കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് നീപജ്ഞരിലും ഫരിസേരിലും പെട്ട ചിലർ യേശുവിനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോന പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. നിനിവേ നിവാസികളുടെ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. ഇതാ, ഇവിടെ യോനയേക്കാൾ വലിയവൻ. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും വന്നെത്തി. ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നേ ഒരു തിരുവചനത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്ന ആ ഒരു വ്യക്തിയോട് ചോദിക്കുന്നത് ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അടയാളത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ പോലും ഒന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യവും സന്ദർഭവും വളരെ വ്യത്യസ്തമാണ്. തൊട്ടു മുമ്പിലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കാണുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് ഇടപെടുന്ന കർത്താവിനെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവർ എന്തുകൊണ്ട് അടയാളം ചോദിക്കുന്നെന്ന് പറയുന്നത് അതൊരു വേറൊരു രീതിയിലാണ്, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഓർക്കുക, അവിടുത്തെ വിശ്വാസത്തെ നോക്കുന്നതിനും സംശയിക്കുന്നതിനും, അല്ലെങ്കിൽ അതിലൊരു പരീക്ഷണാർത്ഥത്തിൽ അവരവരുടെ ചിന്തയിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇതുപോലൊരു അടയാളം ചോദിക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു അടയാളത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഓർക്കുക, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തെ പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്വയം ശ്രവിക്കാൻ പറ്റാതെ നമുക്ക് ഓരോരുത്തർക്കും പറ്റാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ആത്മീയ ജീവിതത്തിൽ നമ്മൾ തളർന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉണർവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ പരിശോധിക്കണം. ഒരു പക്ഷേ ആ ഒരു ആത്മീയ ജീവിതത്തിൽ ആ ഒരു തളർച്ചയോ അല്ലെങ്കിൽ ആ ഒരു സ്വരം കേൾക്കാത്ത അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട്? പലപ്പോഴും ഒരു തുറവിയില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മാവിനാൽ പലപ്പോഴും നമുക്ക് ആ ഒരു പരിശുദ്ധാരൂപിയുടെ നിറവിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഓർക്കുക, മാമോദീസയിൽ നമുക്ക് സ്വീകരിച്ച പരിശുദ്ധാത്മാവ്, നമ്മുടെ ശൈലേപനത്തോട് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതപ്പെട്ട പരിശുദ്ധാത്മാവ്, ആ ഒരു പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രവർത്തിക്കുന്നത് ഒരു തീനാളമായിട്ടാണോ അതൊരു തീക്കനലായിട്ടാണോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു തീയായിട്ട് നമ്മൾ ഓരോരുത്തരെയും നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണെന്നുള്ള തിരിച്ചറിവിൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. കാരണം ഈ ഒരു അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് പലപ്പോഴും തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നത്, നിൻ്റെ കൂടെ ആയിരിക്കുന്ന എൻ്റെ സ്വരം ശ്രവിക്കാൻ നിനക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയിലൂടെ നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എന്നെ തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നില്ലേ എന്നുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ അർത്ഥനകളിലും നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഏതെങ്കിലും ഒരു അടയാളം എൻ്റെ ജീവിതത്തിലേക്ക് തരണേ എന്ന് നമ്മൾ പറയുന്നത്. ഓർക്കുക, അതിനൊരു അടിസ്ഥാനം പലപ്പോഴും നമ്മുടെ അവിശ്വാസത്തിലേക്കാണ് കടന്നു വരുന്നുള്ള കാര്യം ഓരോ നിമിഷവും ആയിരിക്കുക. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആ ഒരു വിശ്വാസത്തിൽ പലപ്പോഴും ഒരു തെളിവോടുകൂടി ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തമ്പുരാനായിട്ട് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരു അടയാളം എൻ്റെ ജീവിതത്തിലേക്ക് തരണേന്ന്. ഒരിക്കൽ പോലും ഒരു അടയാളം ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മുടെ അവിശ്വാസത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലുള്ളൊരു കോട്ടങ്ങൾ സംഭവിക്കുകയും ആ കോട്ടങ്ങൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും അവിശ്വാസിയാവാതെ വിശ്വാസിയാകാൻ തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു അവിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെളിവുകൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് പതിയെ ഓരോ ക്ഷയങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഓർക്കുക, വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശ്വാസക്കുറവില്ല. പക്ഷേ
എവിടെയോ ആ ഒരു വിശ്വാസത്തിനൊരു ദൃഢതയോ ഒരു ആശ്രയത്തോ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ ഒരു വിശ്വാസി അല്ലെങ്കിൽ തമ്പുരാനുമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആശ്രയത്തിൽ ഓരോ നിമിഷവും നിലനിൽക്കാനും ആ ഒരു വിശ്വാസ ദൃഢതയോടുകൂടി ഓരോ നിമിഷവും ജീവിച്ചു മുന്നേറാനും പരമാവധി നമ്മൾ പരിശ്രമിക്കുക. ഒപ്പം ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായിട്ട്, ആ നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുവാനും തുറവിയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനും പരമാവധി പരിശ്രമിക്കുക. കാരണം ബഹങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഒച്ചകൾക്കിടയിലും പഴയ നിയമത്തിൽ ദൈവത്തെ സ്വരം ശ്രവിക്കാനും കാതോർത്തപ്പോൾ അവരോട് ദൈവം സംസാരിക്കുന്നത് നിശബ്ദതയിലായിരുന്നു. നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തമ്പുരാൻ നമ്മൾ ഓരോ നിമിഷവും പിന്തുടരുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്വരം കേൾക്കാനോ ശ്രവിക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുതാപം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഓരോ നിമിഷവും ക്രിസ്തുവിനെ കാണാനും ശ്രവിക്കാനും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരിക്കലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അനുതാപയായി അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് പാപാവസ്ഥകൾ മനസ്സിലാക്കി തീരുമാനങ്ങളും തിരുത്തലുകളും ജീവിതത്തിൽ സ്വീകരിച്ച് തമ്പുരാനുമായിട്ട് ഐക്യപ്പെടാൻ നമുക്ക് ഒരിക്കൽ കൂടി പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.